നമസ്കാരം. പ്രവാസ ലോകത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ്. എമിറേറ്റിൽ ഉടനീളം വിപുലമായ നടപ്പാത നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്ലാൻ 2023 കീഴിൽ നഗരത്തിൽ ഉടനീളം 80,000 ചതുരശ്ര മീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രതിഭാഗം വക്കീൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട അനസ് അൽ ഷഹരിയുടെ കുടുംബത്തെ കോടതി ഫോണിൽ ബന്ധപ്പെട്ടതായി കുടുംബ വക്കീൽ മുബാറക് അൽ ഖത്താനി പറഞ്ഞതായി റഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂർ അറിയിച്ചു. ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായുള്ള കനത്ത മഴ ഒമാൻ്റെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും തുടരുന്നു. കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിയുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാർഡുകൾ നിറഞ്ഞ് ഒഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ആഗോള വ്യോമയാന കേന്ദ്രമെന്ന നിലയിൽ സ്ഥാനം ശക്തിപ്പെടുത്തുന്ന ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 2024 ആദ്യപാദത്തിലെ യാത്രക്കാരുടെ എണ്ണം വിമാനത്താവളത്തിലെ പാദവാർഷിക കണക്കുകളെ മറികടന്നതായി HIA അറിയിച്ചു. 2023 വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ എല്ലാ റെക്കോർഡുകളും മറികടക്കുന്നതാണ് പുതിയ കണക്കുകൾ. LMRA താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 125 വിദേശ തൊഴിലാളികൾ പിടിയിലായതായി LMRA അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. 985 പരിശോധനകളാണ് ഏപ്രിൽ 21 മുതൽ 27 വരെ നടത്തിയത്. ഇക്കാലയളവിൽ നിയമം ലംഘിച്ച 123 പേരെ നാടുകടത്തുകയും ചെയ്തു. 972 പരിശോധനകളിൽ 13 സംയുക്ത പരിശോധനകളാണ് നടത്തിയത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 4, മുഹറഖ് ഉത്തര ദക്ഷിണ മേഖലാ ഗവർണറേറ്റുകളിൽ 3 വീതവും സംയുക്ത പരിശോധനകൾ ബഹ്റിനിൽ നടത്തി. കുവൈറ്റിൽ സാമ്പത്തിക നിക്ഷേപകാര്യമന്ത്രി അൻവർ അൽ മുദാഫ് സൗദി അറേബ്യ ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഈ വാരാന്ത്യം ഖത്തറിൽ കാറ്റും മഴയും കനക്കും. വെള്ളി, ശനി ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും കനത്ത കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. തെക്ക് കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കും. മണിക്കൂറിൽ 5-നും 15 നോട്ടിക്കൽ മൈലിനും ഇടയിലും ചില സമയങ്ങളിൽ 20 നോട്ടിക്കൽ മൈലും വേഗത്തിൽ കാറ്റ് വീശും. റൊമാനിയൻ സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ആഭിമുഖ്യത്തിൽ റൊമാനിയ സർക്കാർ 2022-27 കാലയളവിൽ 20 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകും. മെഡിക്കൽ പഠനം ഒഴികെയുള്ള വിവിധ സർവകലാശാലാ പഠനങ്ങളിലോ ഗവേഷണ ഘട്ടങ്ങളിലോ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡോക്ടറൽ കോഴ്സുകൾക്കുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം CAP വഴി ജോലിക്ക് വന്ന മലയാളി നഴ്സുമാർ ജോലി കിട്ടാതെ വലയുന്നു. ഇത് ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ന്യൂസിലൻഡ് നഴ്സസ് ഓർഗനൈസേഷനും കേരള അസോസിയേഷൻ ഓഫ് പാൽമസ്ട്രോൺ നോർത്തും ചേർന്ന് റാലി സംഘടിപ്പിച്ചു. മലേഷ്യയിൽ നിന്നും കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള വിമാനം ഓഗസ്റ്റ് 1 സർവീസ് തുടങ്ങും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോഴിക്കോട്ടേക്കും ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ക്വാലലംപൂരേക്കും 3 സർവീസുകളിലായിട്ടാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ആദ്യ സർവീസിൽ ക്വാലലംപൂരേക്ക് പറക്കാൻ 20% ഓഫറോടെ 5,500 രൂപയും തിരികെയുള്ള ടിക്കറ്റിന് 5,900 രൂപയുമാണ് എയർ ഏഷ്യ നിശ്ചയിച്ചിട്ടുള്ള നിരക്ക്. ക്വാലലംപൂരിൽ നിന്ന് രാത്രി 9:55 പുറപ്പെടുന്ന വിമാനം രാത്രി 11:25 കോഴിക്കോട്ടെത്തും. പുലർച്ചെ 12:10 കോഴിക്കോട്ട് നിന്നും പുറപ്പെട്ട് വിമാനം രാവിലെ 7 ക്വാലലംപൂരിലെത്തും.